ഈ സ്നേഹം ഉണ്ടെന്ന് എങ്ങനെ തിരിച്ചറിയാം? പ്രൈസ്. ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹമുണ്ട്, അപ്പനും മക്കളും തമ്മിൽ സ്നേഹമുണ്ട്. എങ്ങനെ തിരിച്ചറിയേണ്ടത്? മക്കള് അപ്പനെ കണ്ടില്ലേ എന്ന് വിളിച്ച് എപ്പോ വരും എന്ന് പറഞ്ഞ് അമ്മയിൽ നിന്നൊക്കെ ഫോൺ വാങ്ങിച്ച് തട്ടിപ്പറിച്ച് ആ തലമുറയുടെ അകത്ത് ഹല്ലേലൂയ അമ്മയിൽ നിന്നും ഫോൺ വാങ്ങിച്ച് മക്കൾ അപ്പനെ വിളിക്കുക. അപ്പ എപ്പോഴാ വരുന്നത്? അത് തലമുറകൾക്കകത്ത് ആ സ്നേഹം, അപ്പനോടുള്ള സ്നേഹമുള്ളതിന്റെ തെളിവാണ്. വീട്ടിനകത്തുനിന്ന് ഇറങ്ങിപ്പോയ ഭർത്താവിനെ ഒരു 100 പ്രാവശ്യം വിളിച്ചും വാട്സപ്പിൽ മെസ്സേജ് അയച്ചും എപ്പോഴാ വരുന്നത് എന്ന് ചോദിക്കുന്നത് ആ സ്നേഹത്തിന്റെ അടയാളമാണ്. അപ്പൊ അതില്ലെന്നുണ്ടെങ്കിൽ അവനകത്ത് മരണമാണ്, മരിച്ചു കിടക്കുകയാണ്, സ്നേഹമില്ല. ഇതൊരു സാധാ ബന്ധമാണ്, ഇത് കൂട്ടി യോജിപ്പിക്കപ്പെട്ടെന്നേ ഉള്ളൂ. പക്ഷേ ദൈവമക്കളെ, നമ്മൾ ബൈബിൾ വായിക്കുകയും ദൈവവചനം എടുക്കുകയും ചെയ്യുന്ന സഹോദര സഹോദരി, നമ്മുടെ ലൈഫില് ദൈവസ്നേഹം ഉണ്ടാകണമെങ്കിൽ ആദ്യം നമ്മുടെ കുടുംബത്തിനകത്ത് ഭാര്യ ഭർത്താവിന് സ്നേഹിക്കാൻ സാധിക്കണം, മക്കളെ സ്നേഹിക്കാൻ തുടങ്ങണം. കപട സ്നേഹം, വഞ്ചന, ചതി ഇതെല്ലാം നമ്മൾ നിർത്തണം. ഹല്ലേലൂയ. എന്നിട്ട് ഹൃദയത്തിനകത്ത് നിന്ന് നമ്മളെ കണ്ണുകൊണ്ട് കാണുന്നവരെ സ്നേഹിക്കാൻ സാധിക്കാത്തിടത്തോളം കാലം നിനക്കൊരിക്കലും കാണാത്ത യേശുവിനോട് സ്നേഹമുണ്ടെന്ന് പറഞ്ഞാൽ അത് വളരെ വലിയ വഞ്ചനയാണ്. യേശു നിന്ന് ചിരിച്ചിട്ട് പറയും, ഞാൻ നിനക്ക് തന്ന വ്യക്തികളെ സ്നേഹിക്കാൻ ആത്മാർത്ഥതയോടെ പ്രണയിക്കാൻ സാധിക്കാത്ത നിനക്ക് എന്നോട് സ്നേഹമുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ വിശ്വസിക്കും? അപ്പോൾ നമ്മുടെ യേശുവിനോടുള്ള സ്നേഹം എന്ന് പറയുന്നത് ആരംഭിക്കുന്നത് നിന്റെ വീട്ടിനകത്ത് നിന്നാണ്.